ക്രിക്ടോക്സ് യുദ്ധനമത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. IPL ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരും രാജസ്ഥാൻ റോയൽസ് അതായത് മത്സരം. രണ്ട് ടീമുകൾ കൂടി പരാജയം അറിഞ്ഞിട്ടില്ല. രാജസ്ഥാൻ ആവട്ടെ കളിച്ച 3 കളിയും വിജയിച്ചു, RCB കളിച്ച 2 കളിയും വിജയിച്ചു. അപ്പോൾ ഇന്നൊരു കിടിലൻ പോരാട്ടം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. ഇപ്പൊ രണ്ട് ടീമിലേക്ക് വന്നാൽ RCBയുടെ കാര്യത്തിൽ RCBക്ക് മികച്ച ടീമുണ്ട്. RCBക്ക് ഇപ്പൊ ഹേസൽവുഡ് ഇന്നും കളിക്കില്ല എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. അതൊന്നും അവർക്ക് പ്രശ്നമല്ല. ഇപ്പോ ബിഗ് പിക്ചർ ബാറ്റിൽ ഓഫ് 2 അൺബീറ്റൻ ടീംസ് എന്നാണ് ESPN ക്രിക്കറ്റ് ഇപ്പൊ കൊടുക്കുന്നത്. നമുക്ക് ഈ വീഡിയോയിൽ കൃത്യമായിട്ട് പിച്ച് റിപ്പോർട്ട്, ടീം ന്യൂസ്, പോസിബിൾ ലൈനപ്പ് എന്നീ കാര്യങ്ങൾ വിശദമായിട്ട് തന്നെ നോക്കാം. പിച്ച് റിപ്പോർട്ടിലേക്ക് വന്നാൽ ഇന്നത്തെ കളി നടക്കുക ഗുവാഹട്ടിയിലാണ്. ഗുവാഹട്ടിയിലെ കാര്യം നമുക്കറിയാമല്ലോ. വലിയ സ്കോറൊന്നും പ്രതീക്ഷിക്കണ്ട. ഒരു 150-170 വരാനുള്ള ചാൻസേ ഉള്ളൂ. പക്ഷേ കഴിഞ്ഞ കളിയിൽ മഴ പെയ്തിട്ടും രാജസ്ഥാന് ബാറ്റ് ചെയ്തിട്ട് രാജസ്ഥാൻ ആദ്യമൊക്കെ കുറെ ആനടിക്കുന്നത് കണ്ടു. നമ്മൾ തുടക്കത്തിൽ അടിയടിക്ക് വെച്ച് 11 ഓവറാമത്തേക്ക് 150-200 പോയ ശേഷം 150 റൺസ് എത്തിയിട്ടുള്ളൂ. തുടങ്ങിയിട്ട് ആദ്യത്തെ 4 ഓവർ രാജസ്ഥാൻ 70 റൺസിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ പിച്ച് അത് സ്ലോ ഡൗൺ ആകത്തോടെ അത് കൃത്യമായിട്ട് കണ്ടവർക്ക് മനസ്സിലാവും. ഇപ്പൊ ഈവൻ ബൗൺസ് കിട്ടുന്ന ഒരു പിച്ച് തന്നെയാണ്. അത് സ്ട്രോക്ക് പ്ലേ കളിക്കാൻ നല്ല ഇതുള്ള പിച്ചാണെന്ന് കൂടി പറയുന്നുണ്ട്. പിന്നെ പറയുന്നത് വെച്ചാൽ സെയിം പിച്ച് ആവാനാണ് ചാൻസ് കൂടുതൽ. സെയിം സർഫേസ് ആയിരിക്കും. മുംബൈ രാജസ്ഥാൻ കളിച്ച കളിയിൽ സെയിം സർഫേസ് തന്നെ ആവാനാണ് സാധ്യത കൂടുതലെന്നും അദ്ദേഹം ഇപ്പോ പറയുന്നു. ഇപ്പൊ പിച്ച് കണ്ടീഷൻ റിപ്പോർട്ട് വരുന്നുണ്ട്. പിന്നെ ഇപ്പോ മറ്റ് ടീം ന്യൂസിലും മറ്റു കാര്യങ്ങളിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ, ഇപ്പൊ ടീം ന്യൂസിന്റെ കാര്യത്തിലേക്ക് കഴിഞ്ഞാൽ ഹേസൽവുഡ് ഇന്നും കളിക്കാനുള്ള സാധ്യതയില്ല എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. അദ്ദേഹത്തിന് ഇപ്പോ ഇഞ്ചുറി റിക്കവർ ആയി വരുന്നത് അദ്ദേഹം ഇന്ന് കളിക്കില്ല. പിന്നെ രാജസ്ഥാന്റെ കാര്യത്തിലേക്ക് മറ്റു ഇഞ്ചുറി കൺസേൺസ് ഒന്നുമില്ല. പിന്നെ പറയേണ്ട ഒരു കാര്യം, ഇപ്പൊ RCBയുടെ കാര്യത്തിൽ എല്ലാവരും ഫോമിലാണ്. കഴിഞ്ഞ കളിയിൽ CSK 250 റൺസാണ് അടിച്ചത്. ഇപ്പൊ ടീം ഡേവിഡ് ഒക്കെ മാരക അടിയിലാണ് അടിക്കുന്നത്. അദ്ദേഹമൊക്കെ മികച്ച ഫോമിലാണ്. രജത് പട്ടിഡാറിന്റെ ഫോം നമുക്കറിയാം, അദ്ദേഹം മികച്ച ഫോമിലുണ്ട്. വിരാട് കോഹ്ലി ഫോമിലാണ്. ഇങ്ങനെ സാൾട്ട് ഫോമിലാണ്. എല്ലാവരും ഫോമിലാണ്. ദേവദത്ത് പടിക്കലിന്റെ കാര്യം എടുത്ത് പറയണം. അദ്ദേഹത്തിന് എല്ലാവരും വിമർശിക്കുന്ന പടിക്കൽ ഇപ്പൊ എല്ലാ കളിയും 50ആണ്. കൺസിസ്റ്റന്റ് 50 സ്കോർ ചെയ്തുകൊണ്ടൊക്കെയാണ് പടിക്കല്. ബൗളിംഗിൽ ജേക്കബ് ഡഫിയുടെ പ്രകടനം, ഭുവനേശ്വർ കുമാർ പവർ പ്ലേയിലും ഡെത്ത് ഓവറിലൊക്കെ ഭുവി സൂപ്പറാണ്. ഇപ്പോ ഏറ്റവും സൂപ്പർ എന്നാണ് അദ്ദേഹം. പിന്നെ അഭിനന്ദൻ സിംഗിന്റെ പ്രകടനം, കൃണാൽ പാണ്ഡ്യനെ പോലെ ഓർഡറുകൾ ഇരിക്കുന്നുണ്ട്. മികച്ച ടീം. രാജസ്ഥാന്റെ കാര്യത്തെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അവർ ജയിച്ചിട്ടുണ്ട്, പക്ഷെ പ്രശ്നങ്ങൾ അവർക്കുണ്ട്. അവരുടെ ബൗളിംഗിൽ കുറച്ച്, ബൗളിങ്ങിലല്ല, അതായത് അവർ കൃത്യമായ സമയങ്ങളിൽ വിക്കറ്റ് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുന്നുണ്ട്. കഴിഞ്ഞ കളി മുംബൈയോട് ജയിച്ച് വിക്കറ്റ് എടുത്ത് സമയിച്ചു. പക്ഷേ ചില മാച്ചിലൊക്കെ വിക്കറ്റുകൾ അവർക്ക് കുറച്ച് പ്രശ്നമാവുന്നുണ്ട്. ബാറ്റിംഗ് ഇൻകൺസിസ്റ്റന്റ് ആണ്. ഇപ്പൊ പരാഗ് ഫോമിലേക്ക് വന്നിട്ടില്ല. ജയ്സ്വാളും സൂര്യവംശും മികച്ച ഫോമിലാണ്. 2 പേരും തുടക്കത്തിൽ ആനടിക്കുന്നുണ്ട്. ആ ഒരു ബലത്തിലാണ് അവർ പിന്നീട് അങ്ങോട്ട് പോകുന്നത് എന്ന് വേണം കൂടി നമ്മൾ പറയാൻ വേണ്ടിയിട്ട്. ഇപ്പോ കൃത്യമായിട്ട് പറഞ്ഞാൽ രാജസ്ഥാൻ നേരത്തെ ഇപ്പൊ ധ്രുവ് ജുറലിന്റെ കാര്യം, ജുറൽ ഇപ്പൊ എല്ലാ കളിയും മികച്ച രീതിയിൽ തന്നെ കളിക്കുന്നുണ്ട്. പക്ഷെ ഹെറ്റ്മയർ അത്ര മികച്ച പ്രകടനമാണോ കാഴ്ചവെക്കുന്നല്ല. ഹെറ്റ്മയർക്ക് ഇപ്പൊ പഴയ പോലെ ഹിറ്റ് ചെയ്യാൻ കഴിയുന്നില്ലെന്നാണ് നമ്മളിപ്പോ 3 കളിയിൽ കണ്ടത്. പിന്നെ അവർക്ക് ഇപ്പൊ വൈഭവ് സൂര്യവംശി, അദ്ദേഹം എല്ലാ കളിയും മികച്ച രീതിയിൽ ഹിറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ എല്ലാ കളിയും 10-15 ഗോൾ 38-45 എടുക്കുന്നുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് ഗ്രീസിൽ അധികം സമയം പിടിച്ചിരിക്കാൻ പറ്റുന്നില്ല. അതൊരു പ്രശ്നമാണ്. പിന്നെ ഭുവനേശ്വർ കുമാറും ജേക്കബ് ഡഫിയും അടങ്ങുന്ന മികച്ച ബൗളിംഗ് നിര RCBക്ക് ഉണ്ടല്ലോ എന്നുകൂടി നമ്മൾ ഓർക്കണം. പിന്നെ ജയ്സ്വാളിന്റെ കാര്യത്തിലാണ് എന്തായാലും പറഞ്ഞത്. ജയ്സ്വാൾ ഇപ്പൊ മികച്ച രീതിയിൽ തന്നെ ബാറ്റ് ചെയ്ത് പോകുന്നുണ്ട്. അതൊരു ആഡ് അഡ്വാൻറ്റേജ് ആണ് രാജസ്ഥാൻ റോയൽസ് സംബന്ധിച്ചിടത്തോളം. പിന്നെ സ്റ്റാറ്റ്സും മറ്റു കാര്യങ്ങൾ നോക്കിയാൽ സ്റ്റാറ്റ്സിൽ ഇപ്പൊ പറയുന്നത് വെച്ചാല് മോസ്റ്റ് എക്സ്പ്ലോസീവ് ഡെത്ത് ഓവർ 6 ഹിറ്റേഴ്സ് ആണ്. അതായത് ഒന്ന് ടീം ഡേവിഡ് RCBയിലും മറ്റേത് ധ്രുവ് ജുറലാണ്. പക്ഷെ ജുറൽ ഇപ്പോ ഡെത്ത് ഓവറൊക്കെ മാറി നമ്പർ 3ലേക്ക് വന്നിട്ടുണ്ട്. അദ്ദേഹം നല്ല പ്രൊമോട്ട് ചെയ്ത് വന്നു സ്വന്തമായിട്ടല്ല, പരാഗിന്റെ ഇതിൽ പ്രൊമോട്ട് ചെയ്തു. ഇതൊക്കെ മാനേജിന്റെ എടുത്ത തീരുമാനമാണ്. പിന്നെ RCB അവസാനം കളിച്ച് 10 കളിയിൽ 9 കളി ജയിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കണം. അവരാകെ തോറ്റത് SRH മാത്രമാണ്. അതും കഴിഞ്ഞ സീസണിൽ ഒരു കളി വരെ SRH. അതായത് അവസാനം കളിച്ച 10 കളിയിൽ 9 കളിയും ജയിച്ചു. ഒരു കളി പൊട്ടത് SRHനെതിരെയാണ് ലക്നൌവിൽ കിടന്ന കളിയിൽ. പിന്നെ സന്ദീപ് ശർമ്മയുടെ കാര്യം, സന്ദീപ് ശർമ്മ കോഹ്ലിക്കെതിരെ നല്ല റെക്കോർഡുള്ള പ്ലെയറാണ്. അദ്ദേഹം 18 ഇന്നിംഗ്സിൽ 7 തവണ കോഹ്ലിയെ പുറത്താക്കിയിട്ടുണ്ട്. പക്ഷേ കോഹ്ലി ആവട്ടെ 130 റൺസ് അടിച്ചിട്ടുണ്ട്. 170 സ്ട്രൈക്കിലാണ് ബാറ്റ് വീശുന്നത് സന്ദീപ് ശർമ്മക്കെതിരെ. അദ്ദേഹം മികച്ച ബൗളറാണ് സന്ദീപ് ശർമ്മ. പവർ പ്ലേയിലും ഡെത്ത് ഓവറിലൊക്കെ അദ്ദേഹത്തിന് നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ജയ്സ്വാളിന്റെയും സൂര്യവംശിയുടെ കാര്യം,
അവരെ പവർ പ്ലേയിൽ ഡിസ്മിസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണെന്നാണ് ഇപ്പൊ പറഞ്ഞു വരുന്നത്. അതായത് അവരുടെ 74 റൺസ്, 69 റൺസ്, 59 റൺസ് ഇങ്ങനെയാണ് ഈ ഫേസിലുള്ളത്. അതായത് 50+ പാർട്ട്ണർഷിപ്പിലാണ് അവർ ഔട്ട് ആവുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പൊ ഭുവനേശ്വർ കുമാറിന് നല്ല രീതിയിൽ ചെയ്യാനുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കണം. പിന്നെ പോസിബിൾ ലൈനപ്പിലേക്ക് വന്ന രണ്ട് ടീമിന്റെയും ഒരു പ്രോബബിൾ ലൈനപ്പ് നമുക്ക് നോക്കാം. RCBയുടെ കാര്യത്തിൽ വിരാട് കോഹ്ലി, ഫിൽ സാൾട്ടും കൂടി ചേർന്ന് ഓപ്പൺ ചെയ്യും. DDP നമ്പർ 3 കളിക്കും. രജത് പട്ടിദാർ നമ്പർ 4, ടിം ഡേവിഡ് നമ്പർ 5, ജിതേഷ് ശർമ്മ നമ്പർ 6, റൊമാരിയോ ഷെപ്പേർഡ് നമ്പർ 7, കൃണാൽ പാണ്ഡ്യ നമ്പർ 8, ഭുവനേശ്വർ കുമാർ നമ്പർ 9, ജേക്കബ് ഡഫി നമ്പർ 10, അഭിനന്ദൻ സിംഗ് നമ്പർ 11, സുയാഷ് ശർമ്മ നമ്പർ 12. രാജസ്ഥാന്റെ കാര്യത്തിൽ ജയ്സ്വാളും വൈഭവ് സൂര്യവംശും കൂടി ഓപ്പൺ ചെയ്യും. ജുറൽ നമ്പർ 3 കളിക്കും. പരാഗ് നമ്പർ 4, ഹെറ്റ്മയർ നമ്പർ 5, ഡൊണോവൻ ഫെറേര നമ്പർ 6, രവി ജഡേജ നമ്പർ 7, ജോഫ്രെ ആർച്ചർ നമ്പർ 8, സന്ദീപ് ശർമ്മ നമ്പർ 9, ലാൻഡ്രെ ബർഗർ നമ്പർ 10, തുഷാർ ദേശ്പാണ്ഡെ നമ്പർ 11. ഇമ്പാക്ട് പ്ലെയറായിട്ട് രവി വിഷ്ണു വരാനുള്ള സാധ്യതയാണ് കൂടുതലും കാണുന്നത്. അപ്പൊ നല്ലൊരു പോരാട്ടം തന്നെ പ്രതീക്ഷിക്കുന്നു ഈ മത്സരത്തിൽ RCB വിജയിക്കുമെന്നാണ് നമ്മുടെ അഭിപ്രായം. രാജസ്ഥാൻ കിടിലൻ ടീമാണ്. കിടിലൻ പോരാട്ടം കാണാം. അപ്പോൾ ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളും കൂടുതൽ വീഡിയോസുമായി നമ്മൾ വീണ്ടും എത്താം.